بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأن محمدا عبد الله ورسوله. أما بعد. കിതാബ് തൗഹീദിന്റെ ദുറൂസുകളിൽ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു സംസാരം നമുക്ക് കടന്നുപോയിരുന്നു. ഷെയ്ഖ് അവിടെ പറയുന്നുണ്ട് പാപങ്ങൾ മനസ്സിനുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ചില രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബിദ്അത്തുകൾ മനസ്സിനുണ്ടാക്കുന്ന സ്വാധീനത്തിനെക്കാട്ടും കൂടുതൽ പാപങ്ങൾ ഹൃദയത്തിന് സ്വാധീനം ഉണ്ടാക്കും, ഒരു മനുഷ്യന്റെ ദീനിനെ സ്വാധീനം ഉണ്ടാക്കും എന്ന് ഷെയ്ഖ് അവിടെ പറയുന്നത്. അത് പറഞ്ഞ സമയത്ത്, അത് വായിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില ഇമാമമാരുടെ സംസാരങ്ങളും സലഫുകളെ തൊട്ട് വന്നിട്ടുള്ള ചില അസറുകളും നമുക്കൊന്ന് കണ്ണോടിക്കാം എന്ന്. അതാണ് ഇൻഷാ അല്ലാഹു ജല്ല വഅല നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിഇദ്നില്ലാഹി ജല്ല വഅല. ആദ്യ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കലാമിൽ ഉണ്ടായതിന്റെ ആശയ ചുരുക്കം. ഷെയ്ഖ് അവിടെ പറയുന്നത് ഒരു ബിദ്അത്ത് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ ആ ബിദ്അത്ത് ചെയ്യുന്നത് അവന്റെ മനസ്സിലുള്ള ഒരു ശുബ്ഹത്തിന്റെ കാരണം കൊണ്ടായിരിക്കാം. അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത അവനിൽ ഉണ്ടാവും, റസൂലുള്ളാഹിനെ പിൻപറ്റണം എന്നുള്ള ആഗ്രഹം അവനുണ്ടാവും. എന്നിരുന്നാലും അവന്റെ മനസ്സിലുള്ള ഒരു തെറ്റായ ഫഹം, മനസ്സിലാക്കൽ, തെറ്റായ ധാരണ, അല്ലെങ്കിൽ ഒരു ശുബ്ഹത്ത്, ഇതൊക്കെ ആയിരിക്കാം അവനെ ബിദ്അത്തിലോട്ട് നയിച്ചിട്ടുള്ള ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ അടുക്കൽ ഒരുപക്ഷെ ഇൽമുള്ള ഒരു വ്യക്തി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് ആ ശുബ്ഹത്ത് വ്യക്തമാവുകയും ആളുള്ള തെറ്റായ ധാരണ ആൾക്ക് മനസ്സിലാവുകയും ആ ഒരു ബിദ്അത്ത് ആൾ ഉപേക്ഷിക്കാനും കാരണമാവും. എന്നാൽ മാസിയത്തിനെ കുറിച്ചാണെങ്കിൽ ഈ മാസിയത്ത് ചെയ്യുന്ന വ്യക്തിക്ക് വ്യക്തമായി അറിയാവുന്നതാണ് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിൽ വന്നിട്ടുള്ള പ്രമാണങ്ങൾ അറിയുന്നവനായിരിക്കും, പകരം ചിലരൊക്കെ ഒരുപക്ഷെ അത് മനഃപ്പാഠമാക്കിയവരായിരിക്കും. എന്നിട്ടാണ് അവൻ ആ പാപങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൽമുള്ളയാള് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രമാണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവനോട് സംസാരിച്ചാൽ പോലും അവൻ ആ കാര്യങ്ങൾ ഉപേക്ഷിച്ചോളണമെന്നില്ല. അവൻ അതിൽ തന്നെ തുടർന്ന് നിലനിന്നേക്കാം, കാരണം അവന്റെ മനസ്സ് കട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട്. ഈ ഒരു ആംഗിളിലാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ളത്. ബിദ്അത്തിനെക്കാട്ടും സ്വാധീനം പാപങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ചില അസറുകളും അഖ്വാലുകളും നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹു ജല്ല വഅല. പറഞ്ഞതുപോലെ ഞാൻ വായിക്കുന്നത് അബൂ ബഷാർ എന്നറിയപ്പെടുന്ന ഹുസ്വയിലുള്ള ഒരു മുസ്തഫീദായിട്ടുള്ള ഒരു അഹാണ് ഷെയ്ഖ് അബു അമർ അൽ ഹജൂരി ഹഫ്ളഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് ഷെയ്ഖ് യാത്ര പോയാലും മറ്റും കുർസിയിൽ ദർസെടുക്കാറുള്ള അദ്ദേഹത്തിന്റെ മുതിർന്ന വിദ്യാർത്ഥികളിൽ പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ്. അദ്ദേഹം ഈ കിതാബിൽ ചെയ്തിട്ടുള്ളത് സലഫുകളെ തൊട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള സംസാരങ്ങളും മൗഇദകളും ഉത്ബോധനങ്ങളും ഒക്കെയാണ്. അത് ഓരോ ബാബായിട്ട് അദ്ദേഹം വൃത്തിക്ക് വേർതിരിച്ചു. ഷെയ്ഖ് അബു അമറിന്റെ തന്നെ തഖ്ദീമുള്ള കിതാബാണ്. അപ്പൊ അതിൽ അദ്ദേഹം കിതാബുൻ അൽ ഹദറു മിനൽ മആസി വദ്ദുനൂബ്, പാപങ്ങളിൽ നിന്നുള്ള താക്കീത്, സൂക്ഷ്മത എന്നുള്ള കിതാബില് ഒരു ബാബ് കൊടുത്തിരിക്കുകയാണ്. പാപങ്ങളുടെ അനന്തരഫലങ്ങൾ, അതൊരുവനിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. അതിൽ അദ്ദേഹം കൊടുത്ത അസറുകളിൽ പെട്ടതാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇജ്തിനാബുൽ മആസി വതർകു മാ ലാ യഅനീക്, പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതും ഒരുവന് ഉപകാരം ചെയ്യാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതും യുനവ്വിറുൽ ഖൽബ്, അത് ഹൃദയത്തിന് പ്രകാശം നൽകുന്നതാണ്.
ഇത് നമുക്ക് പണ്ഡിതന്മാരുടെ സംസാരത്തിൽ ഒരുപാട് കാണാൻ കഴിയുന്ന ഒന്നാണ്. ഒരു താലിബുൽ ഇൽമിന് നൽകപ്പെടുന്ന നസീഹത്തുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നസീഹത്തുകളിൽ ഒന്നാണത്. അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കുക, ആവശ്യമില്ലാത്ത ചർച്ചകൾ അവൻ ഉപേക്ഷിക്കുക, ആവശ്യമില്ലാത്ത തർക്കങ്ങൾ അവൻ ഉപേക്ഷിക്കുക. ഇതിന് നമുക്ക് ഏറ്റവും വലിയ മാതൃക എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒന്നാണ് ജഹദിന്റെ കഥ. ജഹദ് നമുക്ക് ജഹമുബിന് സഫ്വാൻ എന്ന് പറയുന്ന ജഹ്മി മദ്ഹബ്, കുഫ്രൻ മദ്ഹബ് ചേർത്തി പറയുന്ന ജഹം. ഈ ജഹമിന് ഈ മദ്ഹബ് അല്ലെങ്കിൽ ഈ ഒരു അഖീദ കിട്ടാനുള്ള കാരണം എന്തായിരുന്നു? ആ വ്യക്തി അന്നുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികാരോട് തർക്കിച്ചതായിരുന്നു, ചില കുഫാറുകളോട് തർക്കിച്ചതായിരുന്നു. ആള് ജീവിച്ച അന്തരീക്ഷം അങ്ങനെ ആയിരുന്നു, മുശ്രിക്കുകൾക്കിടയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്നും മറ്റും വന്നിട്ടുണ്ടായിരുന്ന ഒരു സുമനീയ എന്ന് പറയുന്ന ഒരു പിഴച്ച കൂട്ടരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരുപാട് പിഴച്ച വിശ്വാസങ്ങളുണ്ട്. അപ്പൊ അവരുമായി ജഹമ് ഒരിക്കൽ തർക്കിച്ചപ്പോ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെയാണ് ജഹമ് പല കാര്യങ്ങളും അന്വേഷിച്ചു പോയത്. ആ അന്വേഷണത്തിലാണ് ജഹമ് 40 ദിവസം തന്റെ റബ്ബ് ആരാണെന്നറിയാതെ, ദൈവം ആരാണെന്നറിയാതെ, ഇലാഹ ആരാണെന്നറിയാതെ 40 ദിവസം നിലനിന്നത്, ഒരു ഇബാദത്തും ചെയ്യാതെ. കാരണം ആരാ റബ്ബെന്ന് അറിയില്ല. അതിനാളെ നയിച്ചത് എന്തായിരുന്നു? ഇവരുമായിട്ടുള്ള അയാളുടെ തർക്കമായിരുന്നു. ഈ തർക്കത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാളുടെ പിഴച്ച അഖീദ, നമ്മൾ ഇന്നിപ്പോ ജഹ്മിയാക്കളുടെ വാദം എന്ന് പറയുന്ന ഈ വാദങ്ങൾ അയാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ അയാൾ കൊണ്ടുവന്നതല്ല, ജാദിന്റെ അടുത്ത് നിന്ന് എടുത്തതാണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള അയാൾ ജീവിച്ചിട്ടുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ അഖീദയിൽ നിന്ന് ഒരുപാട് എടുത്തിട്ടുള്ളതായിട്ടുള്ള അഖീദകളാണ്. അത് നമുക്ക് അതിന്റെ സന്ദർഭങ്ങളിൽ കിതാബുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഷാഹിദ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു താലിബുൽ ഇൽമിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല വിശേഷണങ്ങളിൽ ഒന്നാണ് അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുക. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിനക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നീ നിന്റെ കാര്യങ്ങൾ മുന്നേറാം. നീ അതിൽ കയറി ഇടപെട്ട് അത് സംസാരിച്ച് അതിലൊരു അഭിപ്രായം പെടേണ്ട സാഹചര്യം വരുമ്പോ നമുക്ക് നടക്കാം. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തില് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാം. ഇമാം ഷാഫിഈ പറഞ്ഞത് നോക്കിയേ, പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതും അനാവശ്യ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതും പ്രകാശം നൽകുന്നതാണ് ഹൃദയത്തിന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇമാം ഇബ്നുൽ ഖയ്യിം തന്റെ ദാഉ വദ്ദവായിൽ ഉദ്ധരിക്കുന്നതാണ്, ഇന്നലിൽ ഹസനതി ദിയാഅൻ ഫിൽ വജ്ഹ്, സൽപ്രവർത്തനങ്ങൾക്ക് മുഖത്തൊരു പ്രകാശം ഉണ്ടാകും. വനൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാകും. വസഅതൻ ഫിൽ റിസ്ഖ്, റിസ്ഖിൽ വിശാലത ഉണ്ടാകും. വഖുവതൻ ഫിൽ ബദൻ, ശരീരത്തിൽ ശക്തി ഉണ്ടാകും. വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽബ്, സൃഷ്ടികളുടെ മനസ്സിൽ അവനോടുള്ളൊരു ഇഷ്ടം ഉണ്ടാകും. ഇതൊക്കെ സൽപ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളാണ്. ഇനി അദ്ദേഹം മാസിയത്തിന് അനന്തരഫലങ്ങൾ പറയാൻ പോവാണ്. വഇന്ന ലിസ്സയ്യിഅതി സവാദൻ ഫിൽ വജ്ഹ്, പാപങ്ങള് മുഖത്ത് ഇരുട്ടുണ്ടാകും. വദുൽമതൻ ഫിൽ ഖബ്രി വൽ ഖൽബ്, ഹൃദയത്തിലും ഖബറിലും ഇരുട്ടുണ്ടാകും. വവഹനൻ ഫിൽ ബദൻ, ശരീരത്തില് വയ്യായ്മ ഉണ്ടാകും. വനഖസൻ ഫിൽ റിസ്ഖ്, റിസ്ഖില് കുറവ് സംഭവിപ്പിക്കും. വബുഗ്ദതൻ ഫീ ഖുലൂബിൽ ഖൽബ്, മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ അവനോടുള്ള വെറുപ്പും ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് ദലീലുകളിൽ നിന്ന് എടുക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ പെട്ടതാണ് അബൂ ഹുറൈറയുടെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, അള്ളാഹു നിന്നെ അടിമയെ ഇഷ്ടമാണ്, അപ്പൊ നിങ്ങള് ആ അടിമയെ ഇഷ്ടപ്പെടുക. ജിബ്രീൽ അത് കേട്ട ശേഷം മലായിക്കമാരുടെ അടുത്ത് പോയിട്ട് പറയും, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇന്ന അടിമ ഇഷ്ടമാണ്, ഫഅഹിബ്ബൂ, നിങ്ങൾ എല്ലാവരും അവനെ ഇഷ്ടപ്പെടാം. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, അങ്ങനെ ആകാശത്തുള്ളവർ മുഴുവൻ ഈ അടിമയെ ഇഷ്ടപ്പെടും. വതൂദഉ ലഹുൽ ഖബൂല ഫിൽ അർദ്, ഭൂമിയിൽ മനുഷ്യരുടെ മനസ്സിൽ അവന് സ്വീകാര്യത കിട്ടുള്ളൂ. അപ്പൊ ഇത് സൽപ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളിൽ പെട്ടതാണ്. അതേപോലെ തന്നെയാണ് അതിന്റെ വിപരീതമായിട്ടുള്ള പാപം. പാപങ്ങളാൽ ജീവിക്കുന്ന ഒരുവന് അവനോട് മനുഷ്യ മനസ്സിൽ അവനോട് വെറുപ്പുണ്ടാവും. എല്ലാവരുടെ മനസ്സിലും അല്ല, സാലിഹ്യങ്ങളുടെ മനസ്സിൽ. അത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരു മാസിയത്തുള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തൻ,
അവൻ പുറമെ എത്ര നല്ല രീതിയിൽ നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാലും മാസിയത്താണ് അവന്റെ ഉള്ളിലുള്ളത്. തൗബ ചെയ്ത് മടങ്ങുന്നില്ല, അവൻ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുകയാണ്, തൗബ ചെയ്യാതെ നിലനിന്ന് പോവാണ്. ഈ ഒരു അവസ്ഥയിലുള്ള ഒരുത്തന് സാലിഹീങ്ങളുമായിട്ടുള്ള ഇരുത്തത്തിൽ അവനൊരു വഹ്ഷ ഫീൽ ചെയ്യും. അതായത് ആ ജൽസയുമായിട്ട് അവൻ ഇണങ്ങിച്ചേരാൻ കഴിയില്ല, അവനവിടെ ഇരിക്കാൻ കഴിയില്ല. അത് എന്തുകൊണ്ട് അവനുണ്ടാവാൻ കാരണം? അവന്റെ മാസീയത്തിന്റെ കാരണം കൊണ്ടാണ്. അപ്പൊ അതേപോലെയാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സാലിഹീങ്ങളുടെ മനസ്സിൽ അവനോടൊരു വെറുപ്പും പുച്ഛവും ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ വുഹൈബ് ഇബ്നുൽ വർദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, അയജിദു തഅമൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അയജിദു തഅമൽ ഇബാദത അല്ലെങ്കിൽ ഇബാദത്തി മൻ യഅസില്ല, മാസിയത്തിനാൽ ജീവിക്കുന്ന ഒരുവൻ, മാസിയത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരുവൻ ഇബാദത്തിന്റെ മാധുര്യം ലഭിക്കുമോ, അനുഭവിക്കുമോ? അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, അവൻ ഇബാദത്തിന്റെ മാധുര്യം അനുഭവിക്കില്ല. വലാ മൻ ഹമ്മ ബിമഅസിയ, അതേപോലെ തന്നെ ഒരു മാസിയത്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തൻ, അവനത് ചെയ്യുന്നില്ല, പക്ഷെ അവൻ ജീവിക്കുന്നത് തന്നെ എങ്ങനെയാണ്? അവന്റെ മനസ്സിൽ ആ പാപങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നടക്കുക, അവനും ഇബാദത്തിന്റെ മാധുര്യം ലഭിക്കുക എന്ന് വുഹൈബ് ഇബ്നുൽ വർദ് റഹിമഹുല്ലാഹ് പറയുന്നു. അതേപോലെ തന്നെ ഇമാം അദ്ദഹാഖ് റഹിമഹുല്ലാഹ്, ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക് പ്രസിദ്ധമാണ്, മനസ്സുകൾ ശഹവത്തിനാൽ നിറച്ചു കൊണ്ട് നടക്കുന്നൊരു. കാരണം മൻ ഹമ്മ ബി മഅസിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥങ്ങളിൽ പെട്ടതാണ്. അവന്റെ മനസ്സിൽ എന്നും പാപങ്ങളാണ്, അത് ചെയ്യണം ഇത് ചെയ്യണം. അവന്റെ മനസ്സൊന്ന് ശുഗല് ഒന്ന് വിട്ടു കഴിഞ്ഞാൽ അവന്റെ മനസ്സിലോട്ട് ഫുള്ള് പാപങ്ങളാണ്, മാസിയത്തുകളാൽ നിറയ്ക്കും. അവൻ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുക. ഈ കൽബിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അവൻ ആ കൽബ് അള്ളാഹുവിൽ നിന്ന് തടയപ്പെട്ടവനാണ്. ആ കൽബ് അള്ളാഹുവിൽ നിന്ന് തടയപ്പെട്ടവനാണ്. എന്തിന്റെ അളവനുസരിച്ചിട്ട്? അവന്റെ മനസ്സ് എത്രയധികം ഷഹവാത്തുകളുമായി ബന്ധപ്പെട്ടതാണോ അതിന്റെ അളവനുസരിച്ച്. അതുകൊണ്ടാണ് നമ്മൾ കിതാബ് തൗഹീദില് ഒരുപാട് നമ്മൾ പറയാറുണ്ടായിരുന്നതും പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യം, തഹ്ഖീഖ് തൗഹീദ് എപ്പോഴാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്? അവന്റെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത വേറൊരാളില്ലാത്ത സാഹചര്യത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ, 70,000 ആളുകൾ സ്വർഗത്തിൽ യാതൊരു ഹിസാബും അദാബും കൂടാതെ പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ, അവരുടെ വിശേഷണങ്ങളിൽ ഉള്ളത് ഇതാണ്. അതുകൊണ്ടാണ് ആ വിശേഷങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്. ആ പ്രയാസപ്പെട്ട സാഹചര്യങ്ങളിൽ പോലും അവരുടെ മനസ്സ് അള്ളാഹുലേക്കല്ലാതെ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എളുപ്പമുള്ള അവസ്ഥയിൽ കാര്യം പറയണോ? അതെ. ഇമാം അദ്ദഹാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ദഹാഖ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിദ്യാർത്ഥിയാണ്, അഥവാ താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതൻ. മാ മിൻ അഹദിൻ തഅല്ലമൽ ഖുർആന സുമ്മ നസിയഹു ഇല്ലാ ബിദംബിൻ യുഹ്ദിസു. ഇത് നമ്മൾ തുല്ലാബുൽ ഇൽമിന് വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു അസറാണ്. അദ്ദേഹം പറയാണ്, ഒരാള് പോലും ഇല്ല ഖുർആൻ പഠിച്ചതിന് ശേഷം അത് മറന്നു പോകുന്നത് എങ്ങനെയല്ലാതെ ഇല്ലാ ബിദംബിൻ യുഹ്ദിസു, അവൻ ചെയ്ത ഒരു പാപത്തിന്റെ കാരണത്തിനാലല്ലാതെ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരു താലിബ് ഖുർആൻ പഠിച്ചിട്ട് ആ ഖുർആൻ അവൻ മറന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? അവൻ ചെയ്ത പാപം കൊണ്ട് മാത്രമായിരിക്കും. ഇതിന് അദ്ദേഹം ദലീലെടുക്കുകയാണ്, വദാലിക, ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം, ബിഅന്ന അല്ലാഹ യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ അസാബകും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ, ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തി വെച്ചതിന്റെ കാരണം കൊണ്ട് മാത്രമാണ്. വയഅഫു അൻ കസീർ, ഒരുപാട് കാര്യത്തിൽ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുക്കുന്നവനുമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വനിസ്യാനുൽ ഖുർആൻ, പഠിച്ച ഖുർആൻ മറന്നു പോവുക എന്നുള്ളത് മിൻ അഅ്ളമിൽ മസാഹിബ്, ഏറ്റവും വലിയ വിപത്തുകളിൽ പെട്ടൊന്നാണ്, മുസീബത്തുകളിൽ പെട്ടൊന്നാണ്. ഈ വിഷയത്തില് ഷെയ്ഖുന യഹ്യ ഹഫിളഹുള്ളയുടെ കലാം അതിമനോഹരമായിരുന്നു. ഷെയ്ഖ് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു താലിബ് അവൻ പോയിക്കൊണ്ടിരിക്കുന്ന ഖൈർ, കാരണം ഈ കലാമിന്റെ മഹൽ എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആരെയും പ്രത്യേകമായിട്ട് പറയുന്നില്ല, സ്വന്തം നമ്മളെല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്. എല്ലാവർക്കും, ഞാനടക്കം നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യമാണ്. നമ്മളൊരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ലൊരു ഭർണാവിജില് അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് അനുഭവപ്പെടും. നമുക്കത് ഇഷാറ് ചെയ്യും, അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകുന്നതാണ്. ഓരോ കാര്യം കഴിഞ്ഞ് അടുത്ത കാര്യം, അത് കഴിഞ്ഞ് അടുത്ത കാര്യം, കുറച്ച് കഴിയുമ്പോ ഭാഗം കഴിഞ്ഞു, അതിന് അടുത്ത അധ്യായത്തിലോട്ട് കടന്നു, പിന്നെ ആ ദർസ് കഴിഞ്ഞു അടുത്ത ദർസിലോട്ട് കയറി, ഈ സൂറത്ത് കഴിഞ്ഞു അടുത്ത സൂറത്തിലോട്ട് കയറി, ഇസ്തിമാറോടുകൂടി പോവായിരിക്കും. പെട്ടെന്ന് ഒന്നുമില്ലാതായി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ബർണാവിൽ നമ്മൾ ഔട്ടായി, വേറെ തന്നെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിന് എടുക്ക സംഭവിക്കും. എന്താ നമുക്ക് പറ്റിയത്, എന്താ നമ്മളെ ബർണാവിജിൽ പറ്റിയത്? പിന്നെ നമ്മള് ആളുകളുടെ അടുത്തേക്ക് പരാതിയായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല, എന്താ ഇപ്പൊ ഒരു മാർഗം, എന്താ ഇപ്പൊ ഒരു മാർഗം. പക്ഷേ ഷെയ്ഖ് യഹ്യ ഹഫിളഹുല്ലാഹ് പറയാണ്, ഇങ്ങനെ ഒരുത്തൻ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു താലിബിന് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കുറവിന്റെ കാരണം കൊണ്ടല്ലാതെ ഇത് ഒരിക്കലും സംഭവിക്കണം. എന്നിട്ട് ഷെയ്ഖ് ദലീലെടുത്ത എന്താ അറിയാം, ذلك بأن الله لم يكن مغيرا نعمة أنعم الله عن نعمة أنعم الله ذلك بأن الله لم يكن مغيرا أنعمها عليهم إلا أنعم عليهم أو إن രാവിലെ ഓതി കൊടുത്താൽ ذلك بأن الله لم يكن مغيرا نعمة أنعم الله عليهم إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിന് നൽകിയിട്ടുണ്ടായ അവസ്ഥ, അവർക്ക് നൽകി കൊടുത്തിട്ടുള്ള ഒരു നിഅമത്ത്, ആ നിഅമത്ത് അവരത് മാറ്റുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാറ്റില്ല. അപ്പൊ ഇത് പെടുന്നിട്ട് ശേഖൻ ആശയിച്ചൊരു കാട്ടോ, യഥാർത്ഥ വാക്കുകളല്ല. ഒരു ആൾക്ക് നൽകപ്പെടുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽ പെട്ട ഒന്നാണ് അവന് അള്ളാഹുവിന്റെ താഴത്തിലും തൊലബിലും നല്ലൊരു ബർണാമിജിൽ മുന്നോട്ട് പോകാന്നുള്ളത്. അപ്പൊ ആ നിഅമത്ത് അവനിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആയത്ത് അവൻ ഓർക്കും. അവൻ എന്തോ ഒരു മാസിയത്ത്, എന്തോ ഒരു കാര്യം അവന്റെ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടാണ്. അതിന്റെ ഇലാജ് എന്താണ്? ഇസ്തിഗ്ഫാർ. അള്ളാഹിനോട് പാപമോചനം തേടുക, അള്ളാഹിനോട് തൗബ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ അറിയാത്ത പാപങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മളെന്ന് അറിയാതെ വന്നു പോകുന്നില്ല, ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പാപമോചനം തേടുക. ഷെയ്ഖ് കുറച്ചു ദിവസം മുന്നേ സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യത്തിൽപ്പെട്ടായിരുന്നു നമുക്ക് നമ്മളൊന്ന് കേട്ടിരുന്നത്. ഒരാള് ചിലപ്പോ അവന് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ, വായിക്കാനിരുന്നു കഴിഞ്ഞാൽ, ഖുർആൻ ഓതാനിരുന്നു കഴിഞ്ഞാൽ അവന് മാനസികമായിട്ടൊരു ഒരുക്കം കിട്ടൂല. അവന് ക്ഷീണമൊന്നുമില്ല, അഥവാ ഉറക്കിന്റെ ക്ഷീണമോ രാത്രി ഉറക്ക് കുറവോ യാത്രയോ അങ്ങനത്തെ ഒന്നുമില്ല, രോഗമൊന്നുമില്ല. പക്ഷെ അവനത് ചെയ്യാനുള്ളൊരു ഇത് വരൂല, ഒരു ഫുമൂൽ. ഫുമൂൽ എന്ന് പറഞ്ഞാല് ഒരു കാരണമൊന്നുമില്ല, ഒരു മടി, വെറുതെ ഒരു കാരണം ഇല്ലാത്ത ഒരു തൃപ്തി കിട്ടൂല അവന് മനസ്സിന്. പക്ഷെ അതേസമയം അവൻ അത് അടുപ്പ് കൂട്ടി വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോവാണെങ്കിൽ അവന് ഉന്മേഷം ഉണ്ടാവും. പക്ഷെ ഓതാന് പഠിക്കാന് ഒന്നും ഒരിതുണ്ടാവില്ല. ഷേഖ് എന്താ പറഞ്ഞ ആ സമയത്ത്, ആ ഇരുത്തത്തിൽ തന്നെ നിങ്ങൾ ദിക്ർ ചെയ്യും. നിങ്ങൾ ദിക്റില്ല, ഇവർ ദിക്ർ ഇങ്ങനെ മെല്ലെ തുടങ്ങി, സുബ്ഹാനല്ലാഹ് കുറച്ചു നേരം, അൽഹംദുലില്ലാഹ് കുറച്ചു നേരം, അസ്തഗ്ഫിറുല്ലാഹ് കുറച്ചു നേരം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഷേഖ് തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ശൈത്താനാണ്, സമ്മതിക്കൂല. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഘട്ടം ഘട്ടമായിട്ട് ശരീരത്തിന്റെ എനർജി ഇങ്ങനെ കൂടി വരുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ജമീൽ, സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ അമലാക്കാൻ നോക്കിയേക്കേണ്ടി ജമീലാണ്, കാരണം ഷെയ്ത്താനിൽ നിന്ന് വരുന്ന സംഭവമാണ്. കാരണം നമുക്കിപ്പോ എന്നിട്ട് ഷെയ്ഖ് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഒരാൾക്ക് രോഗമോ അല്ലെങ്കിൽ യാത്രാക്ഷീണമോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെയാണ്, അതിന് അതിൻ്റെതായ ഹുക്കുമുകളുണ്ട്. ആൾക്ക് കിടക്കണം, വിശ്രമിക്കണം. ഇതൊന്നും അല്ലാതെ നമുക്ക് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഈ കിടക്ക ഒന്നിനുള്ള സൊല്യൂഷൻ അല്ല. ഷെയ്ഖ് എന്ന് പറഞ്ഞാണ് ഈ കിടക്ക സൊല്യൂഷൻ. എങ്ങനെ നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പകരം നമ്മൾ എന്ത് ചെയ്യുക, അദ്കാറുകൾ എടുക്കുക. എന്നിട്ട് രോഗം മറ്റാണ് നമ്മൾ കിടക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ അദ്കാറുകൾ എടുക്കാൻ നമുക്ക് ശക്തി വരും. അതാണ് അദ്ദേഹം വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നത്. ഇതാണ് ഖുർആൻ മറന്നു പോകുന്നത്, ഇൽമ് മറന്നു പോകുന്നതിനുള്ള കാരണം അവന്റെ മഅസിയത്താണ്. ഇതേ അർത്ഥത്തില് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്നി ല അഹ്സബു റജുല യൻസൽ ഇൽമ കാന യഅലമു. ഞാൻ കണക്കാക്കുന്നത് ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഇൽമ് അവന്റെ അടുത്ത് മറഞ്ഞു പോകുന്നത് ബിൽ ഖതീഅതി യഅമലുഹാ, അവൻ ചെയ്യുന്ന ഒരു മഅസിയത്തിന്റെ കാരണത്താലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, അനി റജുൽ, ഒരാളെ കുറിച്ച് ചോദിക്കപ്പെട്ടു, യജ്തഹിദു ഫിൽ അമൽ, ഇബാദാത്തുകൾ ചെയ്യുന്നതിൽ കഠിന പ്രയത്നിയാണ്, കുറെ അമലുകൾ ചെയ്യും.
വയുസീബു മിനദ്ദുനൂബ്, പക്ഷെ അതേപോലെ തന്നെ അവന് പാപങ്ങളുണ്ട് ഇബാദത്തുകളുണ്ട്. വറജുലിൻ ലാ യജ്തഹിദു വലാ യുദ്നി, വേറൊരുത്തൻ കുറെ അമലുകളൊന്നും ചെയ്യുന്നില്ല, അതേസമയം അവന് പാപങ്ങളും ഇല്ല. ആരാണ് ഉത്തമൻ എന്നുള്ള രീതിയിൽ ചോദിക്കപ്പെടാറ്. ഇബ്നു അബ്ബാസിന്റെ മറുപടി അസ്സലാമതു അഹബ്ബു ഇലൈഹി. സലാമ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിരിക്കുക, സേഫ്റ്റി, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് പാപങ്ങളിൽ പോയി പെടുന്നതിനേക്കാൾ, കുറെ അമലുകൾ ചെയ്ത് പാപങ്ങൾ പെടുന്നതിനേക്കാട്ടി കുറഞ്ഞ അമലുകളോട് പാപങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹം പറയാണ്, യാ സാഹിബ് അസ്സൻ, പാപം ചെയ്യുന്നൊരുവനെ, പാപിയെ, ലാ തഅമനന്ന മിൻ സൂഇ ആഖിബതി, ആ തിന്മയുടെ മോശം അനന്തരഫലത്തിൽ നിന്ന് നീ സുരക്ഷിതനായെന്ന് നീ ധരിക്കരുത്. വലമാ യത്ബഉ അദ്ദംബ അഅ്ളമു മിന അദ്ദംബി ഇദാ അലിമത, നീ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിന് ശേഷം വരാൻ പോകുന്ന കാര്യം ആ പാപത്തിനെക്കാട്ടും വലുതാണ്, നീ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ. فإن قلة حيائك ممن على اليمين وعلى الشمال وأنت على الذنب أعظم من الذنب الذي عملته. എന്നിട്ട് ഇബ്നു അബ്ബാസ് ഓരോന്ന് എണ്ണി പറയാൻ കാരണം, നിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്ന ആളെയും ഇടത്തെ ഭാഗത്ത് ഇരിക്കുന്ന ആളെയും നീ ലജ്ജിക്കാതെ, അവരോട് യാതൊരു ലജ്ജയുമില്ലാതെ നീ ആ പാപം ചെയ്തു എന്നുള്ളത് ആ പാപത്തിനെക്കാട്ടി വലിയ കാര്യമാണ്. ആരാണ് വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തുള്ള ആൾക്കാർ? മലായിക്കമാര്, അവന്റെ അമലുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അവനൊരു വാക്കുപോലും ഉച്ചരിക്കൂല എന്നാ, അത് അവർ എഴുതി വെച്ചിട്ടല്ലാതെ. അപ്പൊ ആ മലായിക്കമാരോട് നിന്റെ ലജ്ജയില്ലായ്മ അവരെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു, നീ ഇത് നോക്കി, നീ ഇത് കണ്ടു, അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോ നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ലജ്ജയില്ലായ്മ ആ പാപത്തിനെക്കാട്ടും വലുതാണ്. ഈ പാപങ്ങൾ ചെയ്തിട്ട് നീ ചിരിക്കുകയാണ്, നീ വിഷമിക്കാതെ നീ ചിരിക്കുകയാണ്. നിന്റെ അവസ്ഥ എന്താണ് നിനക്ക് അറിയില്ല, അള്ളാഹു നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ഈ പാപങ്ങൾ വെച്ച്. ഈ അവസ്ഥ ആ പാപത്തിനെക്കാട്ടി വലുതാണ്. കാരണം ഇബ്നുൽ ഖയ്യിം വേറൊരു സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ നബിയാവാൻ ഖദറാക്കിയിട്ടുണ്ടായിരുന്ന ആദം അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തുനിന്ന് പുറത്താക്കാനുള്ള കാരണം എന്താ? ഒരൊറ്റ പാപമാണ്. ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു, അദ്ദേഹം ഭക്ഷിച്ചു. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷയായിട്ടാണ് സ്വർഗത്തുനിന്ന് പുറത്തേക്ക് ഇറക്കിയെങ്കിൽ എങ്ങനെയാണ് ഒരാള് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് സുരക്ഷിതനായിരിക്കുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ചില കിതാബില് റജാഇനെ ഖൗഫിനെ കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭം, കാരണം നമുക്കറിയാം ചില ആളുകള് റജാനെ അതിൽ കവിഞ്ഞ ആളുകളുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്തു, കാരണം അള്ളാഹ് കരീമാണ്. അവര് ചില ആൾക്കാർ പറഞ്ഞാണ്, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പാപങ്ങളൊക്കെ നീ ചെയ്തു, കാരണം നീ കയറി ചെല്ലാൻ പോകുന്ന ആരുടെ അടുത്തേക്കാ? കരീം അള്ളാഹിന്റെ അടുത്തോട്ടാണ് നീ ചെല്ലാൻ പോകുന്നത്. അപ്പൊ മരിക്കുന്നതിന് മുന്നേ പറ്റുന്ന അത്ര മഅസിയത്തുകൾ ചെയ്തു, അങ്ങനെ വരെ പറഞ്ഞ ആളുകളുണ്ട്. നക്കൽ ചെയ്യുന്നതാണ്. അതേസമയം ഹൗഫിന് അധികരണം കൊടുത്ത ആളുകളും ഉണ്ട്. അപ്പൊ ഈ റജാൻ അധികരണം കൊടുത്ത ആളുകൾക്ക് മറുപടി പറയുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ പെട്ടൊന്നാണ്. അതായത് ആദം അലൈഹി സ്വലാമിനെ ഒരൊറ്റ പാപത്തിന്റെ പേരിൽ സ്വർഗത്തുനിന്നും പുറത്തിറക്കിയ റബ്ബ് നിന്നെ ആ സ്വർഗത്ത് കയറ്റുന്നല്ലേ നിനക്കെന്ത് ഉറപ്പാള്? സ്വർഗത്തിലായിരുന്ന ആളെ പുറത്താക്കി. അപ്പൊ സ്വർഗത്തിലല്ലാത്ത നിന്നെ ഇത്രയും പാപങ്ങളും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതിലോട്ട് പ്രവേശിപ്പിക്കുന്ന നിനക്കെന്ത് ഉറപ്പാള്? അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയാണ്, വഫറഹുക ബിദ്ദംബി ഇദാ ഗഫർത ബിഹി അഅ്ദമ മിന അദ്ദം. ഒരു തിന്മ നീ ചെയ്തു കഴിയുമ്പോൾ അതിൽ നിന്ന് നിനക്ക് ഉണ്ടാവുന്ന സന്തോഷം, ആ സന്തോഷമാണ് ആ പാപത്തിനെക്കാട്ടി ഗൗരവമേറിയ. വഹുസ്നുക അല അദ്ദംബി ഇദാ ഫാതക അഅ്ദമ മിന അദ്ദംബി ഇദാ ഗഫർത ബിഹി. ഒരു പാപം നീ ചെയ്യാൻ ആഗ്രഹിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കി, പക്ഷെ നിനക്കത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റാതായി കഴിയുമ്പോൾ നിനക്കുണ്ടാവുന്ന വിഷമം ഉണ്ടല്ലോ, ആ വിഷമമാണ് ഒരുപക്ഷെ നീ ആ പാപം ചെയ്തിട്ടുണ്ടായിരുന്നതിനേക്കാൾ അതിനേക്കാൾ ഗൗരവമായിരുന്നു. എന്നിട്ട് പറയാണ്,
ولا يضطرب فؤادك من نظر الله إليك أعظم من الذنب إذا عملت. നീ ഒരു മറക്ക് പുറകിലായിക്കൊണ്ട് ഒരു മാസിയത്ത് ചെയ്തുകൊണ്ടിരിക്കെ ആ മറ എങ്ങാനും നീങ്ങിപ്പോകുമോ എന്നുള്ള നിന്റെ ഭയം ഉണ്ടല്ലോ. എന്നാൽ ആ പാപം ചെയ്യുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധത്തിനാൽ നിനക്ക് ഒരു കുലുക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ മറ നീങ്ങിപ്പോകുമോ എന്നുള്ള പേടിയാണ് നീ ആ ചെയ്ത പാപത്തിനെക്കാട്ടിയും വരുന്നത്. ആ മറ നീങ്ങിപ്പോകുന്നു അവന്റെ പേടി. ആ പാപം ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവനെ കാണുന്നതിന് അവനൊരു കൂസലുമില്ല. അപ്പൊ ആ പേടിയാണ് ആ പാപത്തിനെക്കാട്ടിയും വലുത് എന്ന്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് മഅറൂഫ് താബഈ പണ്ഡിതന്മാരിൽപ്പെട്ട അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഅഅസില്ലാഹ ഫഅറാ ദാലിക ഫീ ഖുലുഖി ദാബതി വംറഅതി. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഅസിയത്ത് ചെയ്യും. ചില മഅസിയത്തുകൾ എൻ്റെ അടുത്ത് പറ്റിപ്പോകും. അങ്ങനെ പറ്റിപ്പോയാൽ അതിന്റെ അടയാളങ്ങൾ എന്റെ മൃഗത്തിന്റെ സ്വഭാവത്തിലും എന്റെ സ്ത്രീകളുടെ സ്വഭാവത്തിലും എനിക്ക് കാണാൻ കഴിയും. എന്റെ പാപത്തിന്റെ അനന്തരഫലം എന്റെ സ്വന്തത്തിൽ മാത്രമല്ല, ഞാൻ ഇടപഴകുന്ന മറ്റ് സൃഷ്ടികളിൽ പോലും എനിക്ക് കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറയാം. ഷേഖുന അബു ഹംസ ഹഫളഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഫായിദയായിരുന്നു, ചിലപ്പോ നമ്മള് നല്ല രീതിയിലായിരിക്കും വീട്ടിലോട്ട് പോവുക. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഭാര്യമാരുടെ സ്വഭാവം ചിലപ്പോ നമുക്ക് തീരെ ഇഷ്ടപ്പെടും. അവർ ചിലപ്പോ മോശം രീതിയിൽ പെരുമാറും. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല എന്തിനാ അവരിങ്ങനെ മോശം രീതിയിൽ പെരുമാറുന്നത്. ഷെയ്ഖ് പറയാണ്, നീ ഇസ്തിഗ്ഫാർ ചെയ്യാൻ. എന്തുകൊണ്ടാ? കാരണം അവളുടെ ആ മോശ സ്വഭാവം ചിലപ്പോ നിന്റെ പാപം കൊണ്ടായിരിക്കും. ഫുദൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചെയ്യാ. അതങ്ങനെ ക്ലിയർ ആയി പോകും ഇൻഷാ അല്ലാഹു ജല്ല വഅല. അതേപോലെ തന്നെ ഇദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ള മറ്റൊരു അസറാണ്, ചില ഹുക്കമാക്കൾ പറഞ്ഞു, ഹക്കീമുകളായിട്ടുള്ള ചില പേര് പറഞ്ഞു, ഹബ് അന്നൽ മുസീഅ ഖദ് ഗുഫിറ ലഹു. പാപങ്ങൾ ചെയ്ത ഒരാൾക്ക് അള്ളാഹ് പുറത്തു കൊടുത്തു തന്നെ നീ കൂട്ടിക്കും. അങ്ങനെ നീ കണക്കാക്കിക്കുക. കാരണം അൽസന്റെ വിശ്വാസം എന്താണ്? തൗഹീദിലായിക്കൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ തഹ്തൽ മശീഅയാണ്. അള്ളാഹ് ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും, അള്ളാഹ് ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും, ശിക്ഷയ്ക്ക് ശേഷം അവനെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇദ്ദേഹം പറയാണ്, അള്ളാഹ് അവനക്ക് പുറത്തു കൊടുത്തു തന്നെ നീ കൂട്ടിക്കും. അലൈസ ഖദ് ഫാതഹു സവാബുൽ മുഹ്സിനീൻ. പക്ഷെ അവൻ ഈ മാസിയത്തും ചെയ്ത് ജീവിക്കുന്ന സമയത്ത് ഈ ദുനിയാവില് ഇഹ്സാനോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച ആളുകളില്ലേ, അവരുടെ പ്രതിഫലം മൊത്തം ഇവന് നഷ്ടപ്പെട്ടു പോയില്ലേ. പുറത്തു കൊടുത്ത് തൊയ്യിൽ, പക്ഷെ ഇവന്റെ പ്രതിഫലം മൊത്തം അവർക്ക് പോയില്ലേ. അവര് നാളെ സ്വർഗത്തിൽ ഉയർന്ന ദറജയിലായിരിക്കുമല്ലേ, ഇവനോ പുറത്തു കൊടുത്ത് നരകത്തുനിന്ന് കഴിച്ചല്ലേ. ഇതെപ്പോഴാണ് പുറത്തു കൊടുത്താൽ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ലാഹ് അദ്ദേഹം അത്ബാ താബീങ്ങൾക്ക് ശേഷമുള്ള തബഖ, അതായത് ഇമാം അഹ്മദിന്റെ തബഖയാണ് ആശറ എന്നാണ് ഇമാം അഹ്മദിന്റെ തബഖ. അദ്ദേഹം പറഞ്ഞു, അതായത് അദ്ദേഹം അറിയപ്പെട്ട വ്യക്തിയായിരുന്നു. അന്നുണ്ടായിരുന്ന ഉലമാക്കൾക്കിടയിലും സാലിഹീങ്ങൾക്കിടയിലും സാഹിദ് എന്നുള്ളതിനാലും സൂക്ഷ്മതയാലും അറിയപ്പെട്ട വ്യക്തിയായിരുന്നു ബിശ്ർ ഇബ്നു ഹാരിസ്. ഒരു പണ്ഡിതന്റെ തർജുമയിൽ പറയുന്നുണ്ട്, പേര് ഓർമ്മയില്ല, ഒരു സ്ത്രീ വന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങേയറ്റത്ത് സൂക്ഷ്മതയായിരുന്നു. അഥവാ നമ്മുടെ വീട്ടിന്റെ അരികിലൂടെ രാത്രി ഈ പോലീസുകാരോ പട്ടാളക്കാരോ അന്നത്തെ കാലത്ത് അവര് വിളക്ക് കത്തിച്ചിട്ട് പോകും. അപ്പൊ ആ വിളക്കിന്റെ വെളിച്ചത്തിൽ ഞാന് മറ്റേ ഡ്രസ്സ് തുന്നുന്നത്, കാരണം ഡ്രസ്സ് തുന്നിയിട്ട് വിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ വെളിച്ചത്തിൽ ഞാൻ ഡ്രസ്സ് തുന്നിക്കഴിഞ്ഞാൽ എനിക്ക് കുറ്റം കിട്ടുമോ? ഇതായിരുന്നു ചോദ്യം. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോ ആള് പറഞ്ഞെന്ത്, ഇത് ബിശ്ർ ഇബ്നു ഹാരിസിന്റെ പെങ്ങളായിരിക്കും. അതായത് വേറെ ആരും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കൂല. അതായത് ബിശ്ർ ഇബ്നു ഹാരിസ് അങ്ങനെയായിരുന്നു, അങ്ങേയറ്റം സൂക്ഷ്മതയായിരുന്നു റഹിമഹുല്ലാഹ്. അപ്പൊ അദ്ദേഹം പറയാണ്, ലാ തജിദു ഹലാവത്തൽ ഇബാദ ഹത്താ തജ്അല ബൈനക വബൈന ശഹവാതി സുദ്ദ. നീയും നിന്റെ ദേഹേച്ഛകൾക്കും തമ്മിൽ ഒരു മറ നീ സൃഷ്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇബാദത്തിന്റെ മാധുര്യം നീ അനുഭവിക്കുകയില്ല, നീ കണ്ടെത്തുകയില്ല.
അബൂ ഹാസിം സലമത്ത് ബിൻ ദീനാർ റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറയാണ്, ഇദാ റഅയ്ത റബ്ബക യുതാബിഉ നിഅമഹു അലൈക വഅൻത തഅസീഹ് ഫഹ്ദർ. നീ അള്ളാഹുവിനെ മഅസിയത്ത് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിനക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫഹ്ദർഹു, നീ അവനെ സൂക്ഷിച്ചു. അതായത് നീ അള്ളാഹിനെ സൂക്ഷിച്ചു, കാരണം ഇത് നിനക്കുള്ള ശിക്ഷയായിരിക്കും. അതാണ് ഇതിന്റെ അർത്ഥം. ഇങ്ങനെ നീ മാസിയത്തിലാണ്, നിനക്ക് നിഅമത്തുകൾ വീണ്ടും വീണ്ടും, റിസ്കുകൾ ഇങ്ങനെ അധികരിക്കുന്നു, ശമ്പളം കൂടുന്നു, അവിടെ കാര്യങ്ങൾ എളുപ്പമാവുന്നു, ഇവിടെ കാര്യങ്ങൾ എളുപ്പമാവുന്നു, പക്ഷെ നീ മാസിയത്തിലാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്, താബിഈ പറഞ്ഞത്? ഫഹ്ദർഹു, നീ അള്ളാഹിനെ സൂക്ഷിച്ചു. അള്ളാഹിനെ സൂക്ഷിച്ചത് അവിടെ ഇത്തഖില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നിനക്ക് എന്തെങ്കിലും ഒരു പണി വരാനുള്ളതാണ്, ആ ഒരർത്ഥത്തിൽ. ഇമാം അൽ ഔസാഇ റഹിമഹുല്ലാഹ്, മഅറൂഫ് താബിഈ, അദ്ദേഹം പറഞ്ഞു, കാന യുഖാൽ, പറയപ്പെടാറുണ്ടായിരുന്നു, മിനൽ കബായിരി അൻ യഅമല അർ-റജുലു അദ്-ദംബ യഹ്തഖിറു. പറയപ്പെടാറുണ്ടായിരുന്നു, വൻ പാപങ്ങളിൽപ്പെട്ടതാണ് ഒരാൾ ഒരു പാപം ചെയ്യുകയും എന്നിട്ട് അതിനെ ചെറുതാക്കി കാണുകയും ചെയ്യുക എന്ന്. നിസ്സാര പാപമല്ലേ എന്നിങ്ങനെ ചെറുതാക്കി കാണുക എന്നത്. അതുകൊണ്ടാണ് ചില ഇമാമുമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു പാപത്തെ നീ എത്ര നിസ്സാരമായി കാണുന്നുവോ അത്രയധികം അത് അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ളതാവും. അതേപോലെ തന്നെ ഒരു പാപത്തെ നീ എത്ര ഗൗരവമുള്ളതായി കാണുന്നോ അത്രയധികം അള്ളാഹുവിന്റെ അടുക്കൽ അത് നിസ്സാരമാവും. ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൻ ആ പാപം വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര പേടിയാ. ചെറിയ പാപമാണെങ്കിൽ പോലും ആ പേടി കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. വേറൊരുത്തൻ ചെറിയ പാപമാ ചെയ്യുന്നത്, പക്ഷെ അവൻ അത് നിസ്സാരമായി കാണും. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അത് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടും. അതിന്റെ കാരണം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കല് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നി അഅസില്ലാഹ വഅദ്നു, ഞാൻ അള്ളാഹുവിനോട് മഅസിയത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പാപങ്ങളും ചെയ്യുന്നുണ്ട്. വഅറല്ലാഹ യുഅതീനി വയഫ്തഹ് അലൈഹി മിനദ് ദുനിയ, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് റിസ്കുകൾ ഇങ്ങനെ തരുന്നതും ദുനിയാവിലെ പല കാര്യങ്ങളും എനിക്ക് തുറന്നു തരുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനാണ് ജീവിക്കുന്ന മഅസിയത്തിലാണ്. വലാ അജിദു അന്നി മഹ്റൂമുൻ മിൻ ഷൈ, ഞാൻ ഒരു കാര്യത്തിൽ നിന്നും തടയപ്പെട്ടതായിട്ട് എനിക്ക് കാണുന്നുമില്ല. ഫഖാല ലഹുൽ ഹസൻ, അപ്പൊ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് തിരിച്ചു ചോദിക്കുകയാണ്, ഹൽ തഖൂമുൽ ലൈൽ, നീ രാത്രി നിസ്കരിക്കലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞില്ല, ഇല്ല. അപ്പൊ ഹസൻ പറഞ്ഞു, കഫാക അൻ ഹറമക അല്ലാഹു മുനാജാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ അവനോട് രഹസ്യം പറയുന്നതിൽ നിന്ന് തടഞ്ഞു എന്നുള്ളത് തന്നെ മതി. ഇത് മതി നിനക്കുള്ള പാപമായിട്ട്, നിനക്കുള്ള ശിക്ഷയായിട്ട് എന്ന് ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പറയാണ്. അതേപോലെ തന്നെ സലഫുകളുടെ വാക്കുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഈ മാസിയത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരുവന്റെ ദുആക്ക് ഉത്തരം നൽകപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളിൽ പെട്ടത്. അതിൽ പെട്ടതാണ് യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ്, ലാ തസ്തബ്തി അന്നൽ ഇജാബ ഇദാ ദഅൗത വഖദ് സദത്ത തുർഖഹാ ബിദുനൂബ്. എന്തുകൊണ്ടാണ് എന്റെ ദുആക്ക് ഇത്ര നേരം ഉത്തരം കിട്ടാൻ വൈകുന്നത് എന്നിങ്ങനെ നിനക്കൊരു ചിന്ത വരണ്ട. കാരണം നിന്റെ അവസ്ഥ എന്താ? നീ ആ ദുആക്ക് ഉത്തരം നൽകാനുള്ള മാർഗങ്ങൾ പാപങ്ങൾ കൊണ്ട് അടച്ചിരിക്കുകയാണ്, മൂടി വെച്ചിരിക്കുകയാണ് എന്ന്. അതേപോലെ തന്നെയാണ് അബൂ സുലൈമാൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ കലാം വായിക്കാൻ പോണേ ഉള്ളൂ. യഥാർത്ഥത്തില് ഇത് വായിക്കുന്നതിന് മുന്നേ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പറയുന്ന ഒരു ഫായിദയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയില് മുനാഫിഖീങ്ങളെ വിശേഷണം പറയുന്നതിനിടയിൽ പറഞ്ഞു, വലാകിൻ കരിഹ അല്ലാഹു ബിഅസഹും ഫസബ്ബത, അവര് ജിഹാദിന് ഇറങ്ങി പുറപ്പെടാത്തതിന്റെ കാര്യം പറയാം.
അതിന് അവരൊരുപാട് കാരണങ്ങൾ പറയും, പക്ഷെ അതൊന്നുമല്ല അതിന്റെ യാഥാർത്ഥ്യം. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? കെരി അള്ളാഹും ബിആസ്, അവര് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അള്ളാഹ് അത് വെറുത്തു. ഫസബ്ബതഹും, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇരുത്തിക്കളഞ്ഞു, യുദ്ധത്തിന് പോവാതെ അവരിരുത്തിക്കളഞ്ഞു. ഇവിടുന്ന് ഷെയ്ഖ് ഉസൈമീൻ പറയുന്ന ഒരു ഫായിദയാണ്, അപ്പൊ നമുക്കൊരു താഅത്ത് നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ ഒരു താഅത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആയത്ത് നമ്മൾ സൂക്ഷിക്കണം. ഒരുപക്ഷെ അള്ളാഹു നമ്മളിൽ നിന്ന് ആ ഒരു താഅത്ത് ഉണ്ടാവുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അത് തെളിയിക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ അടുക്കൽ അത്ര നിസ്സാരനാണ് നീ. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന് നിന്നോടുള്ള ഹുബിന്റെ കുറവാണ് അത് തെളിയിക്കുന്നത്. കാരണം അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ, ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ തൗഫീഖ് നിനക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ആയത്ത് നമ്മൾ ഓർക്കുക. കാരണം അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം അങ്ങനെയാണല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ എല്ലാരെയും ഒരേപോലെ ഇഷ്ടപ്പെടുക, എന്നാൽ എല്ലാ മുഅ്മിനീങ്ങളും അള്ളാഹ് ഇഷ്ടപ്പെടുകയും ചെയ്യും. അല്ലാഹു വലിയുല്ലദീന ആമനു ഇന്നല്ലാഹു യുദാഫിഉ അനില്ലദീന ആമനു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഇഷ്ടപ്പെടും. വഫീ കുല്ലിൻ ഖൈർ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. പക്ഷേ കൂടുതൽ അമലുകളുള്ള ആളുകളെ, കൂടുതൽ ഈമാനുള്ള ആളുകളെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പൊ നിന്നെ ഒരു ഇബാദത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിട്ടില്ല എന്നുണ്ട് ഈ ആയത്ത് എപ്പോഴും നീ ഓർക്കുക എന്ന് ഷെയ്ഖ് ഉസൈമീൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ അള്ളാഹിന് ഇഷ്ടം ഉണ്ടാവില്ല നീ അമൽ ചെയ്യുന്നത്, കാരണം അത്രയും നിസ്സാരനാണ് നീ അള്ളാഹിന്റെ അടുക്കൽ. എന്നിട്ട് അബൂ സുലൈമാൻ റഹിമഹുള്ളയുടെ വാക്ക് നോക്കാൻ പറയുന്നത്, ഇന്നമ ഹാനു അലൈഹി ഫഅസൗ, അള്ളാഹുവിന്റെ അടുക്കൽ ഇവരത്ര അധികം നിസ്സാരരായി തീർന്നിരിക്കുന്നു, അതുകൊണ്ടാണ് അവർ അള്ളാഹുവിനെതിരെ മാസിയത്ത് ചെയ്തത്. വലൗ കറമു അലൈഹി, ഈ അടിമകളെങ്ങാനും അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ളവരാണെങ്കിൽ, അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണെങ്കിൽ, ലമനഅഹും മിൻഹ, ആ മാസിയത്ത് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹ് അവരെ തടയുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്താ കേലാ അല്ലേ? അതായത് മാസിയത്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ആ സ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ആ സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മളൊന്നും അത് സംഭവിക്കൂല. നമുക്കറിയാം, അബൂ ഹുറൈറ റിവായത്ത് ചെയ്യുന്ന സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസ്, ഹദീസുൽ വലി എന്നറിയപ്പെടുന്ന മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്ന് പറഞ്ഞു വരുന്ന ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഒരടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും, ഏതുവരേക്കും? ഹത്താ ഉഹിബ്ബ, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താ അവസ്ഥ? അള്ളാഹു പറയാണ്, കുന്തു സമഅഹു അല്ലദി യസ്മഉ ബിഹി, അവൻ കേൾക്കാൻ ഉപയോഗിക്കുന്ന കേൾവി അത് ഞാനായിത്തീരും. വബസറഹു അല്ലദി യുബ്സിറു ബിഹി, അവൻ കാണാൻ ഉപയോഗിക്കുന്ന ദൃഷ്ടി അത് ഞാനായിത്തീരും. വരിജ്ലഹു അല്ലതി യംശി ബിഹ, അവൻ നടക്കാൻ ഉപയോഗിക്കുന്ന കാല് അത് ഞാനായിത്തീരും. വയദഹു അല്ലദി യബ്തിശു ബിഹ, അവൻ കാര്യങ്ങളെല്ലാം എടുക്കാൻ ഉപയോഗിക്കുന്ന അവന്റെ കൈ അത് ഞാനായിത്തീരും. ഈ ഹദീസിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണങ്ങളിൽ ഒന്നാണ്, ഈ അവയവങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ലാതെ അവൻ ചെയ്യൂല. അവൻ കേൾക്കുന്നതെല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, അവൻ കാണുന്നതെല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, അവൻ നടക്കുന്നതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്കായിരിക്കും, അവൻ കൈകൊണ്ട് എടുക്കുന്നതും വെക്കുന്നതും കൊടുക്കുന്നതും എല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലായിരിക്കും. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ആയതിനാൽ ഈ അവയവങ്ങൾ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരാളിൽ നിന്ന് മാസിയത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന് അവനോടുള്ള മഹബയുടെ കുറവാണ്. കാരണം അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഹദീസിൽ ഉണ്ടായതുപോലെ അവന്റെ കാതും ദൃഷ്ടിയും കാലും കൈയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് തൃപ്തിപ്പെടുന്ന മാത്രമേ അവൻ ചെയ്യുള്ളൂ. അപ്പൊ അതിന്റെ കുറവാണ്, അള്ളാഹിന്റെ തൃപ്തിയുടെ ഇഷ്ടത്തിന്റെ കുറവാണ് അവനിൽ നിന്ന് മാസിയത്ത് സംഭവിക്കുന്നത്. അതാണ് ഇവരുടെ ഖൗലിന് അർത്ഥം. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ അവരാ മാസിയത്ത് ചെയ്യില്ലായിരുന്നു. അങ്ങനെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഖൗല് ഫുദൈൽ ഇബ്നു ഇയാദ് അദ്ദേഹമാണ് പറഞ്ഞത്. അതായത് നിന്റെ അടുക്കൽ ഒരു പാപം എത്രയധികം ചെറുതാവുന്നോ അത് അള്ളാഹുവിന്റെ അടുക്കൽ അത്രയധികം വലുതാവും. അതേപോലെ തന്നെ നേരത്തെ അതേപോലെ തന്നെ ചിലര് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും, ഒരു മാസിയത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷകളിൽപ്പെട്ട ഒന്നാണ് മറ്റൊരു മാസിയത്തിൽ അവനെ കൊണ്ടുപോയിടാതെ. അബുൽ ഹസൻ അൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദംബു ബഅദ അദ്ദംബി ഉഖൂബത്തുദ്ദംബ്, ഒരു പാപം ചെയ്തതിന് ശേഷം അടുത്ത പാപം ചെയ്യാന്നുള്ളത്
അത് ആദ്യത്തെ പാപത്തിന്റെ ശിക്ഷയായിക്കൊണ്ട് അവന് ലഭിക്കുന്നതാണ്. വൽ ഹസനതു ബഅദൽ ഹസനതി സവാബുൽ ഹസന. ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പിന്തുടർന്ന് വേറൊരു നന്മ ചെയ്യാനുള്ള തൗഫീഖ് അവന് നൽകപ്പെടുക എന്നുള്ളത് ആ ആദ്യത്തെ നന്മയുടെ പ്രതിഫലമാണ്. അതേപോലെ തന്നെ സലഫുകളെ തൊട്ട് വന്നിട്ടുള്ള ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്. അതായത് സലഫുകള് അവർക്ക് മനസ്സിലാവുമായിരുന്നു അവർക്ക് എവിടുന്നാണ് ഈ പാപം, ഈ ഒരു പ്രശ്നം അവർക്ക് സംഭവിക്കാനുള്ള കാരണം എവിടുന്നാണ്, എന്താണ് ഈ ഒരു വിപത്ത് അവർക്ക് വന്നു ഭവിക്കാനുള്ള കാരണം എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റായിരുന്നു. കാരണം എന്തായിരുന്നു? അവരുടെ പാപങ്ങൾ അത്രയും കുറവായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഇതായിരുന്നു എന്റെ പാപം. അത് തെളിയിക്കുന്ന ഒന്നാണ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയാണ്, ഇന്നി ലാ അഅരിഫു ദംബ അല്ലദീ ഹുമില അലൈഹി ബിഹി ദൈനു മാ ഹു. എനിക്ക് കടങ്ങൾ ഇത്രയധികം കൂടാനുള്ള പാപം എന്താണെന്ന് എനിക്ക് അറിയാം. ഇബ്നു സീരീൻ പറയാണ്, കടം കൂടിയ ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയാം. ഞാൻ 40 വർഷം മുന്നേ, ഓർക്കണം കേട്ടോ, 40 വർഷം മുന്നേ ഞാൻ ഒരാളെടുത്ത് പറഞ്ഞു, യാ മുഫ്ലിസ്. മുഫ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പരെന്നാണ് അർത്ഥം. ഏതർത്ഥത്തിൽ ഉപയോഗിക്കും? 5 പൈസ വകുപ്പില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, 1 പൈസ ഇല്ലാത്തവൻ. അപ്പൊ അങ്ങനെ ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആളെ വിളിച്ചു. അതിന്റെ കാരണം കൊണ്ടാണ് 40 വർഷത്തിന് ശേഷം എനിക്കിപ്പോ ദാരിദ്ര്യം വന്നിട്ട് എനിക്ക് കടം കൂടിയത്. അപ്പൊ ഈ 40 വർഷത്തിൽ അവർ ചെയ്ത പാപങ്ങളുടെ എണ്ണം എത്ര ആയിരിക്കും? അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അതെങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്നത്. ആ സമയത്ത് ഞാൻ ചെയ്ത ഒരു പാപമായിരിക്കാം എനിക്കിപ്പോ വന്നത്. അപ്പൊ ഇത് അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുത്ത് ഈ അസർ പറയപ്പെട്ടപ്പോ അദ്ദേഹം പറയാണ്, ഖല്ലത്ത് ദുനൂബുഹും ഫഅറഫു മിൻ അയ്ന യുഅ്തം. അവരുടെ പാപങ്ങൾ കുറവായിരുന്നു. അപ്പൊ അവർക്ക് തിരിച്ചറിയാൻ പറ്റി ഏത് പാപത്തിന്റെ കാരണത്തിലാണ് അവർക്ക് ആ മുസീബത്ത് ബാധിച്ചെന്നുള്ളത്. വകസറത് ദുനൂബി വദുനൂബും, എന്റെയും നിന്റെയും പാപങ്ങൾ അധികരിച്ചിരിക്കുന്നു. ഫലൈസ നദ്രി മിൻ അയ്ന യുഅ്തം. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല ഏത് പാപത്തിന്റെ കാരണത്താലാണ് നമുക്ക് ഈ മുസീബത്ത് വന്നെത്തിയത് എന്നുള്ളത്. അല്ലാഹു മുസ്തആൻ. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ടിട്ടും നമ്മൾ നേരത്തെ അബൂ സുലൈമാൻ റഹിമഹുല്ലാഹി തൊട്ട് പറഞ്ഞ അതേ അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ അവർ നിസ്സാരരായി തീർന്നത് കൊണ്ടാണ് അവർ അള്ളാഹുവിനെ പാപം ചെയ്തത് എന്ന്. അതേപോലെ തന്നെയാണ് ഹിഷാം ഇബ്നു ഉർവ, അറിയാലോ, ഉർവത്ത് ഇബ്നു സുബൈറിന്റെ മകൻ. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പയെ തൊട്ട് ഉർവനെ തൊട്ടിട്ട് പറയാണ് റളിയല്ലാഹു അൻഹു, ഇദാ റഅയ്ത അർ-റജുല യഅമലുൽ ഹസന, ഒരുവൻ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന നീ കണ്ടു കഴിഞ്ഞാൽ, ഫഅലം, നീ അറിഞ്ഞുകൊള്ളുക, അന്ന ലഹ ഇൻദഹു അഖവാത്ത്, അതിന് ആ ഹസനക്ക് അവന്റെ അടുക്കൽ ഒരുപാട് സഹോദരിമാരുണ്ടാവും. ഇത് ശൈഖുനാ അബൂ ഹംസ ഒരുപാട് നമുക്ക് പറഞ്ഞിരുന്ന അസറായ. കാരണം ഇത് നമുക്ക് മൻഹജീപരമായിട്ടുള്ള മൗഖിഫിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഫായിദയാണ്. ഒരുവനിൽ നീ ഒരു ഖൈറ് കണ്ടു കഴിഞ്ഞാൽ നീ മനസ്സിലാക്കുക അവന്റെ ഉള്ളില് അതിന്റെ പുറകിൽ അതിന് കുറെ സഹോദരിമാരുണ്ടാവും. അതേപോലെ തന്നെ ഫഇദാ റഅയ്തഹു യഅമലു സയ്യിഅ, അവൻ ഒരു പാപം ചെയ്യുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ, ഫഅലം അന്ന ലഹാ ഇൻദഹു അഖവാത്ത്, ആ പാപത്തിനും അവന്റെ അടുക്കൽ എന്തുണ്ട്? സഹോദരിമാരുണ്ട്. അതായത് ഈ ഒരു ഒറ്റ പാപം ആയിരിക്കൂല, അവന്റെ ഉള്ളിൽ അവൻ ഒളിപ്പിച്ചു വെക്കുന്ന വേറെയും കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ചില സലഫുകളെ തൊട്ടോ അല്ലെങ്കിൽ ചില ഇമാമുമാര് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും ഒരാള് ആദ്യത്തെ തവണ പിടിക്കപ്പെടൂല. അവരുടെ അഖവാലുകളിൽ പെട്ടതാണ്, ഒരിക്കലും ഒരാള് ആദ്യത്തെ തവണ പിടിക്കപ്പെടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നൽ ഹസന തദുല്ലു അലാ അഖവാതിഹ, കാരണം നന്മ, സൽപ്രവൃത്തി അത് അതിന്റെ സഹോദരിമാരെ തെളിയിക്കുന്നതാണ്, ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ്. ദുഷ്പ്രവൃത്തി അതിന്റെ സഹോദരിമാരുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അൽ ജവാബുൽ കാഫി എന്ന കിതാബിൽ അദ്ദേഹം പറയുന്ന വാക്കുകളുടെ ആശയ ചുരുക്കാൻ പറയാം. എത്ര ആളുകളാണ് അവരുടെ കൽബ് ശരിക്കും തല കുത്തനാണുള്ളത്.
അപ്പൊ സാഹിബുലായിഷോ, പക്ഷെ ആ കൽബിന്റെ ഉടമസ്ഥന് അത് മനസ്സിലാവുന്നില്ല. അവന്റെ കൽബ് തലകുത്തനാണുള്ളത്. അതേപോലെ തന്നെ അവന്റെ കൽബ് വഷളായിട്ടാണുള്ളത്, പാപക്കറ കൊണ്ട് നിറഞ്ഞിട്ടാണുള്ളത്. പക്ഷെ അവൻ മനസ്സിലാവുന്നില്ല അവന്റെ കൽബ് ആ അവസ്ഥയിലുള്ളതാണ്. എത്ര ആളുകളാണ് ആളുകൾ അവനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഫിത്നയിലായിപ്പോയ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ സിത്ർ അവന് ലഭിച്ചതിന്റെ കാരണത്താൽ ആളുകൾ അവനെ പുകഴ്ത്തി പറയാം. അള്ളാഹു അവൻ ഇസ്തിദ്റാജായിരിക്കും കൊടുക്കുന്ന ചിലർ. അതായത് അവനെ കൊടുത്ത് ഒരു പിടുത്തം പിടിക്കാനായിരിക്കും. പക്ഷെ അവനത് മനസ്സിലാക്കില്ല. അവൻ ആളുകളുടെ ഫനാ കേൾക്കുമ്പോ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയാണ് ഇത് പറഞ്ഞതിന് ശേഷം വകുല്ലു ഹാദിഹി ഉഖൂബാതുൻ വഇഹാനാതുൻ, ഇതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള അവനുള്ള ശിക്ഷയാണ്. അള്ളാഹു അവനെ നിന്ദിക്കലാണ്. അതായത് അവൻ ഈ അവസ്ഥയിലായിരിക്കും അവൻ വലിയതായിട്ട് കാണാന്നുള്ളത്. വയദുന്നുൽ ജാഹിലു, എന്നാൽ വിവരമില്ലാത്തൊരുത്തിന് എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അന്നഹ കറാമ, അത് വലിയൊരു ഔലിയാക്കളുടെ കറാമത്തിൽപ്പെട്ട ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. കാരണം നമുക്ക് ഈ അടുത്ത ദിവസങ്ങൾ 1-2 ദിവസങ്ങൾ തഫ്സീറിൽ കടന്നുപോയിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനു എന്തേലും നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, അവര് അള്ളാഹുവിനെ മറന്നു കളഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തന്നെ അവരെ കൊണ്ട് മറപ്പിച്ചു കളഞ്ഞു. ഇതിന്റെ തഫ്സീർ എന്തായിരുന്നു? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ കലാമിന് ശേഖ് വായിച്ചെന്ന് എന്തായിരുന്നു? അവരുടെ മനസ്സിന് ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങള് അത് അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അവരുടെ പോരായ്മകള് അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റൂല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ഈ പോരായ്മകൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെങ്ങനെ ശരിയാക്കും? അപ്പൊ നമ്മൾ പറഞ്ഞില്ല ഇബ്നു സിരീന്റെ സംഭവം, അവർക്കത് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അപ്പൊ ഒരുവന്റെ പോരായ്മകളെ തൊട്ട് അവൻ അന്ധത നൽകപ്പെട്ട് കഴിഞ്ഞാൽ, ഇടപെട്ട് കഴിഞ്ഞാൽ ആ പോരായ്മകൾ അവനെങ്ങനെ പിന്നെ ശരിയാക്കുക? അപ്പൊ ആ പോരായ്മകളിൽ തന്നെ അവൻ മരിച്ചിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയുണ്ട്. അത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് പറയാണ്. അതേപോലെ തന്നെയാണ് ഹസനുൽ ബസരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയും, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയും, രാത്രി നിസ്കാരം എനിക്ക് വളരെ പ്രയാസമാണ്, ഈ കഴിയുന്നില്ല എന്ന് പറയും. ഫഖാൽ, അപ്പൊ ഹസൻ റഹ്മത്തുള്ളാഹി തിരിച്ചു പറയുന്നത്, നിന്റെ പാപങ്ങള് നിന്നെ കെട്ടിയിട്ടതാണെന്ന് പറയും. അതാണ് നിനക്ക് നിസ്കരിക്കാൻ കഴിയാത്തത്. ഇത് ഷെയ്ഖുന അബു ഹംസ ഇടയ്ക്ക് പറയാറുള്ള ഒരു ഫായിദയാണ്. നിന്റെ പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരു കയറിൽ കെട്ടിയിട്ട് താഴത്തൊരു കല്ലിൽ കെട്ടിയിട്ട പോലാണ് ആ കയർ. നീ ഇങ്ങനെ ഉയരാൻ നോക്കും, പക്ഷെ നീ ഉയരൂല. താലിബുൽ ഇൽമിനോട് പറയാണ്, നീ പഠിച്ച് ദാഇയായി, ഷെയ്ഖായി, ബാഹിദായി, പറഞ്ഞ പോലെ ഇമാമുൽ മുത്തഖീൻ എന്നൊക്കെ ആവണമെന്നൊക്കെ നീ ഇങ്ങനെ ഉയരാൻ ആഗ്രഹിക്കുക. പക്ഷെ നിന്റെ പാപങ്ങൾ താഴത്ത് നിന്നെ കെട്ടിയിട്ടുള്ള നിനക്ക് പൊന്താൻ പറ്റൂല. ഷെയ്ഖ് പറയുന്ന ഒരു ഉദാഹരണമായിരുന്നു ഹഫളഹുല്ലാഹ്. والله أعلى وأعلم. والحمد لله رب العالمين. نسأل الله التوفيق والسداد. بسم الله الرحمن الرحيم.